ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മുട്ടപ്പുട്ട് റെസിപ്പിയാണ്. അതിനായിട്ട് 2 പുട്ട്, പിന്നെ ഒരു മുട്ട, 1-2 മുട്ട എടുക്കാം. പിന്നെ ഒരു ഹാഫ് സവാളയും പച്ചമുളകും കൂടി എടുത്ത് വെക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു ട്രാൻസ്പെറൻറ്റ് കളറായാൽ മതി. സവാള ഇതുപോലെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ചേർക്കാം. ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 2 മുട്ടയോ ഒരു സവാളയൊക്കെ മാറ്റാം, ആൾക്കാരുടെ എണ്ണം അനുസരിച്ച്. നമുക്കിപ്പോൾ 2 പേർക്കായതുകൊണ്ട് ഒരു മുട്ടയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു മുട്ട ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണത്. ഫ്ലെയിമിലിട്ടാൽ ഉള്ളി വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കാൻ ശ്രമിക്കുക. ഇതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഒരു മുട്ട, 1-2 മുട്ട എടുക്കുക കേട്ടോ. അതുപോലെ അത് നന്നായി ഇളക്കി, മുട്ട പൊടിയായി വരണം. അപ്പോൾ അത്രയും നന്നായി ഇളക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് കുഞ്ഞായിട്ട് പൊടിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ വലിയ പീസായി മാറും. ഇതുപോലെ പൊടിയായിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട പൊടിയായി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ നന്നായി പൊടിയാക്കിയിട്ട് ആവുന്നത് വരെ തന്നെ ഇളക്കാൻ ശ്രമിക്കാം. നന്നായിട്ട് മുട്ടയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് പരസ്പരം മിക്സ് ആവുന്ന ടൈപ്പിൽ അത്ര തന്നെ മിക്സാക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച 2 പുട്ടുണ്ടല്ലോ, പുട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് ഇട്ടെടുത്തിട്ട് ഇതിലോട്ടേക്ക് പുട്ടിട്ട് കൊടുക്കാം. പുട്ടിട്ടിട്ട് നമുക്ക് എന്താക്കാം, നല്ലോണം ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഡിന്നറിനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ആക്കിയിട്ട് ഇടയ്ക്ക് നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല കറിയൊന്നും വേണമെന്നൊന്നുമില്ല. സിമ്പിൾ റെസിപ്പി, വയറും നിറയും. സിമ്പിൾ ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ്. വേറെ കറിയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഇതുപോലെ പുട്ടും മുട്ടയും ഒക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും